പ്രൈസ് ബി ടു ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ബ്ലെസ്സഡ് വിർജിൻ മേരി. വെൽക്കം ബാക്ക് ടു കാത്തലിക് വെക്കുബി. ഞാൻ ആഷിക് ജോയ്. ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു കത്തോലിക്ക തിരുസഭയാണ് സത്യസഭ എന്ന്. സോ എപ്പോഴത്തെ പോലെ നമുക്ക് പ്രാർത്ഥനയോടെ തുടങ്ങാം. Pater noster qui es in caelis, sanctificetur nomen tuum, adveniat regnum tuum, fiat voluntas tua, sicut in cielo et in terra. Panem nostrum quotidianum de nobis hodie, et dimitte nobis debita nostra, sicut et nos dimittimus debitoribus nostris, et ne nos inducas in tentationem, sed libera nos a malo. Amen. ലോകത്ത് ഏകദേശം 10-30,000-ത്തിലധികം സഭകളും ഡിനോമിനേഷനുകളും ഉണ്ട്. പലതിനെയും നമുക്ക് സഭകൾ എന്ന് വിളിക്കാൻ സാധിക്കില്ല. അപ്പം ബൈബിളിന് കോപ്പിറൈറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും ഒരു ബൈബിൾ എടുത്ത് സ്വന്തമായിട്ടൊരു സഭ തുടങ്ങാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാവർക്കും, പ്രത്യേകിച്ച് ഈ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് ഏതാണ് സത്യസഭ എന്നുള്ളത്. എന്തുകൊണ്ട് ഒരു സത്യസഭ ഉണ്ടായിരിക്കണം? ഒരു വൺ ട്രൂ ചർച്ച് എന്തുകൊണ്ടുണ്ടായിരിക്കണം? ജസ്റ്റ് നമ്മൾ ഇന്ത്യയുടെ കാര്യം എടുക്കുക. ഇന്ത്യയിലെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത് ഇന്ത്യയുടെ ഭരണഘടന അടിസ്ഥാനമാക്കിയിട്ടാണ്. അപ്പോൾ രണ്ട് ഭരണഘടനയുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ കയ്യിൽ ഒരു ഭരണഘടന, വേറെ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ കയ്യിൽ മറ്റൊരു ഭരണഘടന. രണ്ട് സുപ്രീം കോടതി ഉണ്ടെങ്കിൽ, രണ്ട് പ്രസിഡൻറ്റുമാരുണ്ടെങ്കിൽ, രണ്ട് പ്രധാനമന്ത്രിമാരുണ്ടെങ്കിൽ, അങ്ങനെയെങ്കിൽ 10-30,000-ത്തിലധികം സഭകളുണ്ടാകുമ്പോൾ ഒരു വചനത്തിൻ്റെ അർത്ഥം 10-30 ലക്ഷത്തിലധികം വരില്ലേ? ഈ സഭകളിലെ ഓരോ അംഗങ്ങളും ഓരോ രീതിയിൽ വ്യാഖ്യാനിക്കാൻ തുടങ്ങിയാൽ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് 6 എന്ന സംഖ്യ എഴുതി കഴിഞ്ഞാൽ അവിടെ നിന്ന് നോക്കുന്ന ആൾക്ക് ഇത് 9. അപ്പോൾ ഇത് 9 6 എന്ന് പറയാനുള്ള ആധികാരികമായിട്ടുള്ള അധികാരമുള്ളത് ഇത് എഴുതിയ ആൾക്കാർ, അതായത് എനിക്കാണ്. അതുപോലെ ഈ സത്യസഭ, ഒരു ട്രൂ ചർച്ച് ഇല്ലെങ്കിൽ യേശുക്രിസ്തു എന്താണോ തിരുവചനത്തിലൂടെ ഉദ്ദേശിച്ചത് അത് നമുക്ക് ലഭിക്കാതെ പോകും, അത് നമുക്ക് മനസ്സിലാകാതെ പോകും. അതുകൊണ്ട് തന്നെ യേശു മണവാളനായിരിക്കുന്നത് കൊണ്ട് ഒരൊറ്റ മണവാട്ടി ഉണ്ടാവുകയുള്ളൂ. ബഹുഭാരത്വം പാപമാണ്. അതുകൊണ്ട് തന്നെ ഈശോ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്, ബഹുഭാരത്വം പാപമാണ്. അങ്ങനെയെങ്കിൽ മണവാളനായ ക്രിസ്തുവിന് ഒരു മണവാട്ടിയെ ഉണ്ടാവുകയുള്ളൂ, ബാക്കിയെല്ലാം ഫേക്ക് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പം ഞാൻ ഇൻട്രൊഡക്ഷനായിട്ട് പറഞ്ഞു വന്നത് എന്തുകൊണ്ട് ഒരു ഓർഗനൈസ്ഡ് ചർച്ച് വേണം. കാരണം ഈ വചനം എങ്ങനെ വ്യാഖ്യാനിക്കണം എന്ന് എല്ലാവരും കൂടെ പറഞ്ഞാൽ മനസ്സിലാവില്ല. ആള് കൂടുമ്പോൾ പാമ്പ് ചാവില്ല എന്ന് പറഞ്ഞിട്ടൊരു ചൊല്ല് നമ്മൾ കേട്ടിട്ടില്ലേ? ഇതുകൊണ്ട് തന്നെയാണ് ഈശോ വ്യക്തമായിട്ട് പിശാചുകളെ ബഹിഷ്കരിക്കാനും വചനം പ്രഘോഷിക്കാനും കൂദാശകൾ പരികർമ്മം ചെയ്യാനും ഒരു എസ്റ്റാബ്ലിഷ്ഡ് ചർച്ച് ഈശോ സ്ഥാപിച്ചത്. അപ്പോൾ എൻ്റെ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ ഏതാണ് സത്യസഭ എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട്, എന്തുകൊണ്ട് കത്തോലിക്ക തിരുസഭയാണ് സത്യസഭ എന്ന് ഞാൻ വിശ്വസിക്കാൻ കാരണം, പലരും പല രീതിയിലുള്ള അന്വേഷണങ്ങളിൽ പോകുമ്പോൾ പല വ്യാഖ്യാനങ്ങൾ പറയുമ്പോൾ, ഇപ്പം വഖഫ് ബോർഡിൻ്റെ ഇഷ്യൂ, മുനമ്പത്തുള്ള ആൾക്കാർ പറയുകയാണ് ഇത് ഞങ്ങളുടെ ഭൂമിയാണ്. അപ്പോൾ വഖഫിൻ്റെ ആൾക്കാർ പറയുകയാണ് അല്ല ഇത് ഞങ്ങളുടേതാണ്. അപ്പം നമ്മൾ ആര് പറയുന്നത് വിശ്വസിക്കും? നമ്മൾ ചരിത്രത്തിലോട്ട് ഇറങ്ങും. ചരിത്രം ഒരിക്കലും നുണ പറയില്ലല്ലോ. ചരിത്രം എത്ര തിരുത്താൻ ശ്രമിച്ചാലും അതൊരിക്കലും തിരുത്തപ്പെടുകയില്ല. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ 2000 വർഷം പഴക്കമുള്ള ഏത് സഭയാണ് ലോകത്തുള്ളത്? 2000 വർഷം പഴക്കമുള്ള ഒരേ ഒരു സഭയുള്ളൂ, അത് കത്തോലിക്ക തിരുസഭയാണ്. ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. 2000 വർഷം പിറകിലോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ 2000 വർഷത്തിനിടയിൽ കത്തോലിക്ക തിരുസഭയുടെ സാന്നിധ്യം എല്ലാ ചരിത്രത്തിൽ എല്ലാ ഈടുകളിലും നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഞാൻ ആദ്യം നോക്കിയതാണ് 2000 വർഷം പഴക്കമുള്ള സഭ ഏതാണോ ഉറപ്പായിട്ടും അതായിരിക്കും യേശുക്രിസ്തു സ്ഥാപിച്ച സഭ. അപ്പം അങ്ങനെ നോക്കിയപ്പോൾ കത്തോലിക്ക തിരുസഭ മാത്രമാണ് 2000 വർഷം പഴക്കമുള്ളത്. പിന്നെ ബാക്കി സഭകൾ എങ്ങനെയുണ്ടായി? അതെല്ലാം ഈ മാതൃസഭയിൽ നിന്നും ഭിന്നിച്ചു പോയി ഉണ്ടായതാണ്. നമുക്ക് ഡൗട്ടുണ്ടോ? നമുക്ക് ഡൗട്ട് തീർക്കാം. ഇപ്പം എല്ലാം AI കാലമാണല്ലോ. നമുക്ക് ChatGPT തന്നെ ചോദിക്കാം, ആരാണ് നമ്മുടെ ലോകത്തുള്ള പ്രശസ്തമായിട്ടുള്ള 2-3 ഡിനോമിനേഷനുകളും ചർച്ചും ആരാണ് സ്ഥാപിച്ചതെന്ന് നമുക്ക് ChatGPT ചോദിക്കാം. അപ്പം GPT പറയും എന്താണ് സത്യം എന്നുള്ളത്. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് വിശ്വാസമായില്ലെങ്കിൽ, Who started the Methodist Church? The Methodist Church was started by John Wesley, an Anglican minister in the 18th century. He, along with his brother Charles Wesley, led a revival movement within the Church of England that eventually became known as Methodism. The movement emphasized
അപ്പോൾ വ്യക്തമാണ്, മെത്തഡിസ്റ്റ് ചർച്ച് സ്ഥാപിച്ചത് ജോൺ വെസ്ലിയാണ്. ഹൂ സ്റ്റാർട്ടഡ് ദി ആംഗ്ലിക്കൻ ചർച്ച്? The Anglican Church, also known as the Church of England, was founded in the 16th century. It was established by King Henry VIII. The separation from the Roman Catholic Church occurred after Henry VIII's desire to അപ്പോൾ അതും 17-ാം നൂറ്റാണ്ടിലാണ് സ്ഥാപിക്കപ്പെട്ടത്. 18-ാം നൂറ്റാണ്ടിൽ മെത്തഡിസ്റ്റ് ചർച്ച്, 17-ാം നൂറ്റാണ്ടിൽ ആംഗ്ലിക്കൻ ചർച്ച്. ഹൂ സ്റ്റാർട്ടഡ് ദി ലൂതറൻ ചർച്ച്? The Lutheran Church was started by Martin Luther, a German theologian and monk, in the 16th century. ലൂതറൻ സഭ സ്ഥാപിച്ചത് മാർട്ടിൻ ലൂതർ 1517. ഇപ്പോൾ 18-ാം നൂറ്റാണ്ടിൽ നിന്ന് നമ്മളിപ്പോൾ 15-ാം നൂറ്റാണ്ടിലോട്ടെത്തി. ഹൂ ഈസ് ദ ഫൗണ്ടർ ഓഫ് ദി ഓർത്തഡോക്സ് ചർച്ച്? The Orthodox Church, also known as the Eastern Orthodox Church, doesn't have a single founder. It traces its roots back to the early Christian communities established by the apostles of Jesus Christ. The split between the Eastern Orthodox Church and the Roman Catholic Church, known as the Great Schism, occurred in 1054. അപ്പോൾ ഓർത്തഡോക്സ് ചർച്ച് 10-ാം നൂറ്റാണ്ടിൽ ആ വലിയ പിളർപ്പിന് ശേഷം കത്തോലിക്ക സഭയിൽ നിന്നും പിളർന്നു പോയ ശേഷം രൂപപ്പെട്ടതാണ് ഓർത്തഡോക്സ് ചർച്ച്. അതുകൊണ്ട് തന്നെയാണ് ChatGPT പറഞ്ഞത് അതിനൊരു ഫൗണ്ടർ ഇല്ല. കാരണം ഒരു ഗ്രൂപ്പ് ഓഫ് ബിഷപ്സ് മാർപ്പാപ്പയ്ക്കെതിരായിട്ട് നീങ്ങി പിന്നീട് അവർ സ്വന്തമായിട്ട് തുടങ്ങിയതാണ് ഓർത്തഡോക്സ് ചർച്ച്. ഇനിയാണ് നമുക്ക് ചോദിക്കാം, ആരാണ് കത്തോലിക്ക തിരുസഭ സ്ഥാപിച്ചത് എന്ന്? ഹൂ എസ്റ്റാബ്ലിഷ്ഡ് ദ കാത്തലിക് ചർച്ച്? The Catholic Church sees its foundation in the life and teachings of Jesus Christ. According to Catholic belief, Jesus established the church through his apostles, particularly Peter, whom Catholics consider the first pope. സോ ChatGPT പറയുകയാണ്, കത്തോലിക്ക തിരുസഭ 2000 വർഷം പിറകിലോട്ട് പോയി കഴിഞ്ഞാൽ അത് സ്ഥാപിക്കപ്പെട്ടത് യേശുക്രിസ്തുവിനാലാണ് എന്ന് മനസ്സിലാകും എന്ന്. ബാക്കിയുള്ള സഭകൾക്ക്, പ്രത്യേകിച്ച് ഓർത്തഡോക്സ് സഭയ്ക്ക് അപ്പസ്തോലിക പാരമ്പര്യം പറയാൻ പറ്റും. കാരണം സഭയിൽ നിന്നാണ് വേർപെട്ടു പോയത് അവർ. പക്ഷേ അവർക്കൊരിക്കലും പറയാൻ പറ്റില്ല അത് യേശുക്രിസ്തുവിനാലാണ് സ്ഥാപിക്കപ്പെട്ടത് എന്ന്. കാരണം ഈ ശരീരത്തിൽ അവയവമല്ലെങ്കിൽ നമുക്ക് ആ ശരീരത്തിൻ്റെ ഭാഗമാണ് എന്നൊരിക്കലും നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ ശരീരത്തിൽ നിന്നും വേർപെട്ടു പോയവർ ശീഷ്മ എന്ന മാരകപാപത്തിലാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2000 വർഷം പിറകിലോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കത്തോലിക്ക തിരുസഭ മാത്രമാണ് അന്നുണ്ടായിരുന്നത് എന്ന്. അപ്പോൾ നമ്മൾ ചോദിക്കും, അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് കത്തോലിക്ക സഭ എന്ന വാക്ക് ബൈബിളിലില്ല? നമ്മളൊരു 1910 13കളിലോട്ട് പോവുകയാണെങ്കിൽ യുദ്ധം നടക്കുന്നുണ്ടാവും, 1-ാം ലോക മഹായുദ്ധം. നമ്മൾ ടൈം ട്രാവൽ ചെയ്ത് നമ്മൾ അവരോട് ചോദിക്കുകയാണ്, ഇപ്പോൾ ഏത് യുദ്ധമാണ് നടക്കുന്നത്? അവർ 1-ാം ലോക മഹായുദ്ധം നടക്കുന്നു എന്ന് പറയുമോ? ഇല്ല. കാരണം അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് അറിയില്ലായിരുന്നു 2-ാം ലോക മഹായുദ്ധം വരാൻ പോകുന്നുണ്ടോ എന്ന്. അന്ന് അവരെ സംബന്ധിച്ച് ഒരു ലോക മഹായുദ്ധം നടക്കുന്നു. അതുപോലെ യേശു പറയാണ്, പത്രോസേ നീ പാറയാകുന്നു, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കുമെന്ന് പറയുമ്പോൾ ഞാൻ കത്തോലിക്ക സഭ സ്ഥാപിക്കുമെന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം കത്തോലിക്കം എന്ന വാക്കിൻ്റെ അടുത്ത് യൂണിവേഴ്സൽ ചർച്ച് എന്നാണ്. ലോകം മുഴുവനും സുവിശേഷം പ്രഘോഷിക്കാനാണ് ഈശോ പറഞ്ഞത് തന്നെ. അതുകൊണ്ട് ഞാൻ കത്തോലിക്ക സഭ സ്ഥാപിക്കുന്നതെന്ന് എടുത്തു പറയേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. അങ്ങനെ വരുമായിരുന്നു. എപ്പോഴാണ് വേറെ ഏതെങ്കിലും ഒരു വ്യാജ യേശു വന്നിട്ട് ഒരു സഭ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ യേശുവിന് പറയാമായിരുന്നു. അപ്പോൾ അന്ന് ഒരു സഭയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ യേശുവിൻ്റെ സഭ, കത്തോലിക്ക സഭ. അപ്പോൾ അന്ന് പ്രത്യേകിച്ച് പേരിടേണ്ട ആവശ്യമില്ല. രണ്ടാമതായിട്ട് യേശുവാണ് കത്തോലിക്ക തിരുസഭ സ്ഥാപിച്ചത്. സത്യസഭ കത്തോലിക്ക സഭയാണെന്ന് ഞാൻ വിശ്വസിക്കാൻ കാരണം ബൈബിളിലുള്ള 3 മാർപ്പാപ്പന്മാരുടെ പേരുകളാണ്. ആദ്യത്തേത് വിശുദ്ധ പത്രോസ്ലീഹ. നമ്മൾ നേരത്തെ ChatGPT പറയുന്നതും കേട്ടു. പത്രോസിനെയാണ് ഈശോ ആദ്യമായിട്ട് ഭരമേൽപ്പിച്ചത് സഭയെ. അപ്പോൾ പത്രോസ്ലീഹയെ ഈശോ ഭരമേൽപ്പിച്ചു. AD 33 മുതൽ 67 വരെ പത്രോസ് കത്തോലിക്ക തിരുസഭ ഭരിച്ചു. പിന്നീട് വിശുദ്ധ ലിനസ് മാർപ്പാപ്പയാണ് സഭയെ നയിച്ചത്. 2 തിമോത്തിയോസ് 4-ാം അധ്യായം 21-ാം തിരുവചനത്തിൽ ഈ ലിനസിനെ പറ്റിയിട്ട് തിരുവചനം പറയുന്നുണ്ട്. അപ്പോൾ ബൈബിളിൽ തന്നെയുണ്ട് കത്തോലിക്ക തിരുസഭയുടെ 2ാമത്തെ മാർപ്പാപ്പ. അദ്ദേഹം AD 68 മുതൽ 79 വരെ. കണ്ടോ, ഈ കണ്ണി മുറിയാതെ പോവുകയാണ്. ഒരാൾ മരിച്ചു കഴിഞ്ഞ ഉടനെ അടുത്ത ആൾ വരികയാണ്. പിന്നീട് സെൻറ്റ് അനാക്ലീറ്റസിനെ പറ്റി ബൈബിളിലില്ല, പക്ഷേ സഭയുടെ പാരമ്പര്യത്തിലുണ്ട്. അദ്ദേഹം AD 80 മുതൽ 92 വരെയാണ് ഭരിച്ചത്. പിന്നെ AD 92 മുതൽ 99 വരെ വിശുദ്ധ ക്ലെമൻ്റ് 1-ാമൻ മാർപ്പാപ്പ. അദ്ദേഹത്തെ പറ്റി വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 2 മുതൽ 3 വരെയുള്ള തിരുവചന ഭാഗത്ത് ഈ ക്ലെമൻ്റ് പാപ്പയെ പറ്റി പറയുന്നുണ്ട്. അവരുടെ സഭയിലെ ആദ്യത്തെ 4 മാർപ്പാപ്പന്മാർ, അതായത് AD 33 മുതൽ 99 വരെയുള്ള കാലഘട്ടങ്ങളില്ല ആദ്യ 4 മാർപ്പാപ്പന്മാരിൽ 3 പേരുടെ പേരുകൾ വിശുദ്ധ ബൈബിളിൽ തന്നെയുണ്ട്. അപ്പോൾ ഈ പാപ്പസി, ഈ
പത്രോസ്ലീഹ മുതൽ 266 പാപ്പ വരെ എത്തി നിൽക്കുമ്പോൾ ഈ കണ്ണി മുറിയാതെയാണ് ഇത് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും അധികം 2000 വർഷം പഴക്കമുള്ള ഒരു ഓഫീസ്, പെട്രൈൻ ഓഫീസും ഉള്ളത് കത്തോലിക്ക തിരുസഭയ്ക്ക് മാത്രമാണ്. അപ്പോൾ മൂന്നാമതായിട്ട് കത്തോലിക്ക തിരുസഭയാണ് സത്യസഭ എന്ന് ഞാൻ വിശ്വസിക്കാനുള്ള കാരണം, യേശു തൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യാൻ പറഞ്ഞൊരു കാര്യമാണ് പരിശുദ്ധ കുർബാന അർപ്പിക്കുക എന്നുള്ളത്. യുഗാന്ത്യം വരെ ഈ പരിശുദ്ധ കുർബാനയായിട്ട് ഈശോ നമ്മുടെ കൂടെ ഉണ്ടാവും. അങ്ങനെയെങ്കിൽ ഞാൻ നോക്കി ഈ ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ ഏത് സഭയിലാണ് നടന്നിട്ടുള്ളത് എന്ന്. AD 700 മുതൽ ഈ 2025 അല്ലെങ്കിൽ 2022, 2023 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഇപ്പോഴും നടക്കുന്നുണ്ടാവും. ഈ 2023 വരെയുള്ള കാലഘട്ടങ്ങളിൽ 100-ലധികം ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ നടന്നു. മറ്റ് അപ്പസ്തോലിക പാരമ്പര്യങ്ങളുണ്ട് എന്ന് പറയുന്ന സഭകളുമുണ്ട്. അവിടെയും ദിവ്യബലികൾ അർപ്പിക്കപ്പെടുന്നുണ്ട്. എന്നാൽ കത്തോലിക്ക തിരുസഭയിൽ അർപ്പിക്കപ്പെട്ട ദിവ്യബലി മാത്രമാണ് തിരുവോസ്തി ഈശോയുടെ തിരുശരീരവും തിരുരക്തമായിട്ട് മാറി, അതായത് കണ്ണുകൊണ്ട് കാണുന്ന രീതിയിൽ മാറി ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ നടന്നിട്ടുള്ളൂ, സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ അത് തന്നെ വെളിവാക്കുന്നത് ഈ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം കത്തോലിക്ക തിരുസഭയിൽ വളരെ പ്രകടമായിട്ട് ഉണ്ട് എന്നാണ്. അതും ഞാൻ കത്തോലിക്ക തിരുസഭയാണ് സത്യസഭ എന്ന് വിശ്വസിക്കാൻ കാരണമായി. നാലാമത്തേത് ഏർലി ചേർച്ച് ഫാദേഴ്സാണ്, സഭാപിതാക്കന്മാർ. ആദ്യം സഭാപിതാക്കന്മാരെല്ലാവരും കത്തോലിക്കരായിരുന്നു. അത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളതാണ് വിശുദ്ധ ഇഗ്നേഷ്യസ്, അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ്. അദ്ദേഹം അന്ത്യോക്യയിലെ 3ാമത്തെ ബിഷപ്പാണ്. AD 35 മുതൽ 107 വരെയാണ് അദ്ദേഹം ജീവിച്ചിട്ടുണ്ടായിരുന്നത്. ഇദ്ദേഹം വിശുദ്ധ യോഹന്നാൻ ശ്ലീഹയുടെ ശിഷ്യനാണ്. വിശുദ്ധ അന്ത്യോക്യനെ പറ്റി ബൈബിളിൽ പറയുന്നുണ്ട്. പാരമ്പര്യം ഇങ്ങനെയാണ് പറയണത്. ഈശോ നമ്മുടെ ഒരു തിരുവചന ഭാഗത്ത് കാണുന്നുണ്ടല്ലോ, ഈശോ ഒരു ശിശുവിനെ എടുത്ത് ഈ ശിഷ്യന്മാരുടെ നടുവിൽ നിർത്തിയിട്ട് പറഞ്ഞു, ഈ ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ആ ശിശുവാണ് ഈ ശിശു, അതായത് വിശുദ്ധ ഇഗ്നേഷ്യസ് എന്നാണ് പറയുന്നത്. അപ്പോൾ വിശുദ്ധ ഇഗ്നേഷ്യസ് സ്മിർണയിലെ സഭയ്ക്ക് എഴുതിയ കത്തിൽ അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്. ആ കത്തിലാണ് ആദ്യമായിട്ട് സ്പെസിഫിക് ആയിട്ട് കത്തോലിക്ക സഭ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അതൊരു ലെറ്ററാണ്, അതിൻ്റെ ഒരു ഭാഗം മാത്രം ഞാൻ വായിക്കും. ഇങ്ങനെയാണ് അദ്ദേഹം പറയണത്: Wherever Jesus Christ is, there is the Catholic Church. നോക്കണം, 1-ാം നൂറ്റാണ്ടിൽ എഴുതിയ കത്തിൽ, 1-ാം നൂറ്റാണ്ടിൽ, അന്ന് വേറൊരു സഭകളും ഇല്ല. Wherever Jesus Christ is, there is the Catholic Church. എവിടെ യേശുക്രിസ്തു ഉണ്ടോ അവിടെ കത്തോലിക്ക സഭയുണ്ട്. പിന്നെ 5ാമതായിട്ട് ട്രഡീഷൻ. കത്തോലിക്ക സഭയുടെ ട്രഡീഷനും യഹൂദരുടെ ട്രഡീഷനും ഏകദേശം ഒരു സിമിലാരിറ്റി നമുക്ക് കാണാൻ സാധിക്കും. ദൈവം തൻ്റെ പുതിയ ജെറുസലേം ആകുന്ന കത്തോലിക്ക സഭ എങ്ങനെ സ്ഥാപിച്ചെന്നൊക്കെ നമുക്കിത് വായിക്കാൻ സാധിക്കും. അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട 4 കാരണങ്ങൾ. കത്തോലിക്ക തിരുസഭയാണ് സത്യസഭ എന്നത് ചരിത്രം വായിക്കുന്ന ആർക്കും എളുപ്പം മനസ്സിലാകാൻ സാധിക്കുന്നതാണ്. സോ വെൽക്കം ടു ദ കാത്തലിക് ചർച്ച് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ ജീസസ് ക്രൈസ്റ്റ് സിൻസ് AD 33. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. Ave Maria, gracia plena, Dominus tecum, benedicta in mulieribus et benedictus fructus ventris tui, Iesus. Sancta Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostrae. Amen. Viva Christe Re.